അങ്ങനെ ആ നാടകം അവസാനിക്കുകയാണ്. നമ്മുടെ ജബ്രികൾ രണ്ടും രണ്ട് വഴിക്ക്. പേടിക്കണ്ട, പുതിയ അടവുമായി അവർ പൂർവാധികം ശക്തരായി നമ്മുടെ മുന്നിലോട്ട് വരും. അവർക്ക് അറിയാലോ 50 ഡേയ്സ് ആവാറായി. അപ്പോൾ ഇതിൻ്റെ ടൈം കഴിഞ്ഞു. ഇനി പുതിയ അടവും പുതിയ സ്ട്രാറ്റജിയുമായിട്ട് നമ്മുടെ മുമ്പിലെത്തും. അപ്പോൾ നമുക്ക് വിലയിരുത്താം. എന്തായാലും ഇതിൽ ജാസ്മിൻ മിടുക്കി. ഇത് ഞാൻ പറയാനുള്ള കാരണം വൈൽഡ് കാർഡ്സും പിന്നെ റസ്മിൻ പുറത്തു പോയി വന്ന ശേഷം ഇവർക്ക് ഈ കോംബോ നെഗറ്റീവ് ആണെന്ന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഇവർക്കൊരു ട്രാക്ക് മാറ്റണം. പക്ഷേ ഈ ട്രാക്ക് മാറ്റുമ്പോൾ ജാസ്മിൻ ഒരു കേടില്ലാത്ത രീതിയിൽ ആ ട്രാക്ക് മാറ്റാൻ ജാസ്മിന് കഴിഞ്ഞു. ഇതിപ്പോൾ നെഗറ്റീവ് ഫുൾ ആർക്ക് പോവും? ഗബ്രിക്ക് പോവും. ഗബ്രി കാരണം പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒരു റിലേഷൻഷിപ്പ് പോലും നിന്നുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഗബ്രി ജാസ്മിനെ തേച്ചു. നെഗറ്റീവ് ഫുള്ള് ഗബ്രിക്ക് പോവും. ജാസ്മിൻ സേഫായി അവിടെ. അതേസമയം ജാസ്മിൻ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്തു. കാരണം ഇതുവരെ ഇല്ലാത്ത എന്ത് ക്ലാരിറ്റിയാണ് ഇപ്പോൾ ജാസ്മിന് വേണ്ടത്? ജാസ്മിൻ തന്നെ പറയുന്നു ജാസ്മിന് വേറൊരു മതത്തിൽപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. ഇത് പലതവണ അടിവരയിട്ട് ജാസ്മിൻ അവിടെ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഋഷിയും ജാസ്മിനും കൂടെയുള്ള കോൺവെർസേഷൻ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജാസ്മിൻ ഇതാണ് പറഞ്ഞ്, ഇതൊരു 100 ദിവസമേ ഉണ്ടാവുള്ളൂ. പുറത്തു പോയാൽ എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് സ്ട്രെസ്സ് വന്നാൽ ഒരു ഐസ്ക്രീം കഴിക്കാം, പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ എനിക്ക് ഗബ്രി വേണമെന്ന് നിർബന്ധമില്ലാന്ന്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഗബ്രി വേണമെന്ന് ജാസ്മിൻ ഇത്ര നിർബന്ധമായി? ഇതുവരെ അറിയാത്ത ഡെഫിനിഷനും എക്സ്പ്ലനേഷനും ഒക്കെ ഗബ്രിയുടെ കയ്യിൽ നിന്ന് ജാസ്മിന് വേണമെന്നായി. ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് ഒരു കല്യാണത്തിലേക്ക് എത്തില്ല എന്നും ഇത് പ്രണയമല്ലെന്നും ഗബ്രി 100 വട്ടം ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനും അത് റിപ്പീറ്റ് ചെയ്താണ്. പക്ഷേ ഇപ്പൊ ജാസ്മിൻ ഈ ട്രാക്ക് മാറ്റണം. പക്ഷെ എങ്ങനെ മാറ്റണം? ജാസ്മിന് ഒരു നെഗറ്റീവും വരാത്ത രീതിയിൽ അത് മാറ്റണം. ആ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ജാസ്മിൻ അവിടെ പോയിരുന്ന് ഗബ്രിയോട് ചോദിച്ചുകൊണ്ടിരുന്ന്. ഗബ്രി ആണെങ്കിൽ പൊട്ടനത് വിളിച്ചു പറയുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മലയാളം ബിഗ് ബോസിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവൻ പൊട്ടനാണോ? ഇവൻ അറിയില്ലേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി തേച്ച പോലെയും അവന് പുറത്ത് നെഗറ്റീവ് ആവുന്നു. അവൻ എന്തുദ്ദേശിച്ചിട്ടാണോ കളിക്കുന്നത്? എന്തായാലും അവൻ ഓപ്പണായി പറഞ്ഞു, ഇരിക്കട്ടെ. ഇപ്പോൾ ജാസ്മിൻ എന്താ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കും മാറ്റി ഗബ്രിയും പോയി കൂട്ടത്തിൽ കുറച്ച് സിമ്പതിയും കൂടെ കിട്ടിയെന്നുള്ളൊരു അവസ്ഥയാണ്. അല്ലാതെ ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ കണ്ണിൽ പ്രണയം ഉണ്ടായിരുന്നു. ഉണ്ടാ ഒരു പ്രണയവും നമ്മളാരും കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് കല്യാണം കഴിക്കില്ല, പുറത്ത് പോയാൽ തീരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു പ്രണയം, ഇതൊന്നും നമ്മൾ വിശ്വസിക്കില്ല. എന്തായാലും നിങ്ങളുടെ സ്ട്രാറ്റജിയുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷേ ഇതിൽ ഗബ്രി നല്ല അടപടലം പെട്ടു, പുറത്ത് നല്ലോണം നെഗറ്റീവ് ആവുകയും ചെയ്യും. എന്തായാലും എല്ലാവരും ഗെയിം കളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഗെയിം കളിക്കുന്നത് ഇവരുടെ ലൈഫിനെ വെച്ചിട്ടാണ്. ഇത് രണ്ടുപേരെയും നല്ലോണം എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ജാസ്മിൻ എത്ര സിമ്പതി കിട്ടിയാലും ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോണ്ടതെല്ലാം ഓൾറെഡി പോയി കഴിഞ്ഞു. അത് ഒരുപാട് വിലപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. ജാസ്മിൻ അത്ര വില കൽപ്പിക്കുന്നുണ്ടാവില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര എളുപ്പം എടുത്ത് കളയില്ലല്ലോ.